സ്വപ്ന നഗരമായ സിംഗപ്പൂരിലേക്കൊരു യാത്ര. ദിലീപിനെയും ഫാമിലിയെയും കുറേ ഫ്രണ്ട്സിനെയും കാണാനായി. ഞാനും ജോമിയും ജോമിയുടെ മകൾ അമയെയും. ഞങ്ങളെ റിസീവ് ചെയ്യാനായി ദിലീപ് എയർപോർട്ടിലെത്തിയിരുന്നു. ഞങ്ങളങ്ങനെ ദിലീപിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. സെറങ്കൂൺ അവന്യൂ 4-ലെ മൈതാനമാണിത്. ബ്ലോക്ക് നമ്പർ 218, 6th floor 186 ആണ് ദിലീപിൻ്റെ ഫ്ലാറ്റ്. വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾക്കായി വിഭവസമൃദ്ധമായ പുട്ടും കടലയും നിഷ റെഡിയാക്കിയിരുന്നു. സിംഗപ്പൂർ സൈറ്റ് സീയിങ് ഡേ 1. ഞങ്ങളിപ്പോൾ ഉള്ളത് മറീന ബേ സാൻഡ്സിലെ ഇൻ്റഗ്രേറ്റഡ് ഷോപ്പിംഗ് മോളിലാണ്. ഈ മോളിൻ്റെ പ്രത്യേകത ഇതിനകത്ത് റിവർ ഉണ്ടെന്നുള്ളതാണ്. ഗൊണ്ടോള റിവർ. ഇതിൽ ബോട്ടിംഗ് ഉണ്ട്, ഒരു ക്രിയേറ്റഡ് വാട്ടർഫോൾ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഈ മോള് ചുറ്റി സഞ്ചരിച്ച് കാണാനായി ഇറങ്ങി. ഇത് ആപ്പിളിൻ്റെ ഷോറൂമാണ്. ആപ്പിളിൻ്റെ എല്ലാ പുതിയ പ്രോഡക്ട്സും ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. നമുക്കതെടുത്ത് യൂസ് ചെയ്ത് നോക്കാം. ക്രിഷും അമ്മയും വളരെ ഹാപ്പിയായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ബിൽഡിംഗ് വെളിയിൽ നിന്ന് നോക്കിയാൽ ഒരു ഗ്ലോബ് പോലെയാണ് ഇരിക്കുന്നത്. ജോമി വീഡിയോ എടുക്കുന്നു. മദൻ്റെ ജസ്റ്റ് കിഡിങ്. എലിവേറ്റർ ഏകദേശം മുകളിലെത്തുമ്പോൾ ഇങ്ങനൊരു വ്യൂ ആണ്. നല്ല രസമുണ്ട് അതിൻ്റെ മുകളിലേക്ക് നോക്കാനായിട്ട്. ദിലീപും മദനും നിഷയും കൂടെ എന്തോ കൂലങ്കഷമായി ചർച്ച ചെയ്യുന്നു. ഇവിടെ ഈ ബോക്സസിൻ്റെ മുകളിലിരുന്ന് നല്ല രസമുള്ള ഫോട്ടോസ് എടുക്കാം നാച്ചുറൽ ലൈറ്റിൽ. സിംഗപ്പൂരിൻ്റെ ഒരു അതിമനോഹരമായൊരു വ്യൂ നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ ഗ്ലാസ്സിലൂടെ കാണാൻ സാധിക്കും. നല്ലൊരു വാട്ടർ ബോഡി ഉണ്ട്. മെർലിയോൺ പാർക്ക് കാണാം. സിഗ്നേച്ചർ ബിൽഡിങ്സ് മുഴുവൻ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റും. സമയം ഏകദേശം ഉച്ചയായി. ഞങ്ങൾക്ക് പതുക്കെ വിശന്ന് തുടങ്ങി. നേരെ ലോ പസാറ്റിലേക്ക്. സിംഗപ്പൂർ പല സ്ഥലത്തും നമുക്ക് ഇങ്ങനെയുള്ള ഫുഡ് കോർട്ട്സ് കാണാൻ പറ്റും. തായ്, സിംഗപ്പൂരിയൻ, ജാപ്പനീസ്, ചൈനീസ്, ഇങ്ങനെ പല രീതിയിലുള്ള കുസിൻസ് നമുക്ക് ട്രൈ ചെയ്യാം. ഇന്ന് ഞങ്ങൾ ട്രൈ ചെയ്യുന്നത് മാല ഹോട്ട് പോട്ടാണ്. ഇത് പൈനാപ്പിൾ റൈസാണ്. ഇതും നല്ല ടേസ്റ്റ് ഉള്ളൊരു ഡിഷാണ്. പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ഇതാണ് മാല ഹോട്ട് പോട്ട്. ഇവരുടെ സോസൊക്കെ കുറച്ച് സ്പൈസിയാണ്. എന്തായാലും ഞങ്ങളുടെ ഡിഷസ് എല്ലാം തീർന്നു. ഇത് ഫ്രൈഡ് ക്യാരറ്റ് കേക്കാണ്. ക്യാരറ്റ് ഇല്ലാത്ത ക്യാരറ്റ് കേക്ക്. മറ്റൊരു ഡിഷ് ട്രൈ ചെയ്തത് മാംഗോ സാലഡാണ്. അതത്ര രസമില്ലായിരുന്നു. വൈകുന്നേരം അടുത്ത ഡെസ്റ്റിനേഷനായ സന്ദീപിൻ്റെ വീട്ടിലേക്ക് പോയി. ഇത് സന്ദീപിൻ്റെ പൂളാണ്. ഈ കാണുന്ന ബിൽഡിങ്ങിലാണ് സന്ദീപ് താമസിക്കുന്നത്. ഒരു ബാർബിക്യൂ നൈറ്റാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. റിലാക്സ് ചെയ്യുക, ചില്ല് ചെയ്യുക. അങ്ങനെ രാത്രി 12 മണിയായി. നിഷയുടെ ബർത്ത്ഡേ ആണ്. നിഷ ഭയങ്കര ക്ഷീണിതയായിട്ട് ഉറങ്ങുകയാണ്. ഞങ്ങൾ നിഷേനെ പൊക്കി എണീപ്പിച്ച് സർപ്രൈസായിട്ട് ഒരു കേക്കൊക്കെ റെഡിയാക്കി പാട്ടൊക്കെ ഇട്ട് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ നിഷ പാട്ട് പാടുന്നു. സിംഗപ്പൂർ ട്രാൻസ്പോർട്ടേഷന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് MRT ആണ്, അതായത് മെട്രോ. അപ്പോൾ ഞങ്ങളും ഒന്ന് മെട്രോയിൽ കയറി. അവിടുന്ന് ഇപ്പോൾ മോണോറെയിലാണ്. സെൻറ്റോസ എന്ന് പറഞ്ഞ ഐലൻഡിലാണ്. അവിടെയാണ് യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്, അതുപോലെ സീ അക്വേറിയം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത് സീ അക്വേറിയമാണ്. സിംഗപ്പൂർ സൈറ്റ് സീയിങ് ഡേ 2 ആണ് ഇന്ന്. സീ അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങളെല്ലാം. ടിക്കറ്റ്സ് എടുത്തതിന് ശേഷം നമ്മളുടെ ഓരോരുത്തരായിട്ട് ഉള്ളിലേക്ക് കയറി പോകുന്നു. അവിടുന്ന് എസ്കലേറ്റർ വഴി ഞങ്ങൾ താഴേക്ക് നീങ്ങുന്നു. എൻട്രൻസ് എത്തി. എൻട്രൻസിൽ പലരും പോസ് ചെയ്യുന്നു, ഫോട്ടോസ് എടുത്തു. അവിടുന്ന് ഞങ്ങൾ വീണ്ടും അകത്തേക്ക് കയറി. വളരെ കളർഫുള്ളായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള, പീസ് ഓഫ് മൈൻഡ്, മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും തരുന്ന ഒരു സ്ഥലമായിരുന്നു സീ അക്വേറിയം. ശരിക്കും കടലിന് ഉള്ളിൽ മറ്റൊരു ലോകമാണ്. എത്ര തരത്തിലുള്ള, എത്ര വെറൈറ്റി സ്പീഷ്യസാണ് കടലിനുള്ളിലുള്ളത്. അങ്ങനെ ലഞ്ച് ടൈമായി. ഞങ്ങൾ ഒരു ഫുഡ് കോർട്ടിലെത്തി. ചിക്കൻ റൈസ് ഓർഡർ ചെയ്തു. മിക്സ്ഡ് സീ ഫുഡ് പ്ലേറ്റർ ഉണ്ടായിരുന്നു. പോർക്ക് റിബ്സ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഫുഡായ ബിരിയാണി ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ വിഭവസമൃദ്ധമായി 2ാം ദിവസവും ലഞ്ച് കഴിച്ചു. ചിക്കൻ റൈസ് ഉണ്ടായിരുന്നു.
അതുപോലെ ഒരു സൂപ്പ് ഓർഡർ ചെയ്തു. അങ്ങനെ കുറേ ഡിഷസ് ഞങ്ങൾ ടേസ്റ്റ് ചെയ്തു. എല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. ഉഗ്രനായിരുന്നു. കണ്ടാൽ ഇങ്ങനെ വാട്ടറി ആയിട്ടിരിക്കുമെങ്കിലും നല്ല ടേസ്റ്റിയാണ് ഇതൊക്കെ. പോർക്ക് റിബാണിത്. ഇത് സീ ഫുഡിൻ്റെ പല വെറൈറ്റി കുറേ സാധനങ്ങളുണ്ട്. നൂഡിൽസ് ഉണ്ട്. അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ ഗാർഡൻസ് ബൈ ദ ബേ ആണ്. ഒരു വാട്ടർഫോൾ, സൂപ്പർ സീനറിയാണ്. പല രാജ്യങ്ങളിൽ നിന്നുള്ള പല തരത്തിലുള്ള ചെടികൾ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഗ്രൗവിലെ ലൈറ്റിങ്സ് ആണ്. ഇത് കിടന്നുകൊണ്ടാണ് കാണുന്നത്. ഒരു പ്രത്യേക രസമായിരുന്നു അങ്ങനെ കിടന്ന് ആ ലൈറ്റ്സ് കാണാനായിട്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കിടന്ന് ഈ ലൈറ്റിങ്സ് കാണാൻ. വിത്ത് മ്യൂസിക് ലൈറ്റ്സ് ഇങ്ങനെ മാറി മാറി ഒരു 7ഓളം ടവേഴ്സിൽ 7ഓളം ട്രീ ടവേഴ്സിൽ ഇങ്ങനെ ലൈറ്റ്സ് മാറി മാറി വരും. ഭയങ്കര രസമുള്ളൊരു കാഴ്ചയായിരുന്നു അത്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും പോയത് ഒരു ഗാർഡനിലേക്കാണ്. ക്ലൈമറ്റൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന നല്ല ഉഗ്രനൊരു ഗാർഡൻ. പല കോണ്ടിനെൻസിൽ നിന്നുള്ള പല തരത്തിലുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫുൾ കവേർഡായിട്ട് ആർട്ടിഫിഷ്യൽ ക്ലൈമറ്റ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. 2 ഡോംസ്, പുറത്തു നോക്കുമ്പോൾ 2 ഡോംസ് കാണാം. അതുപോലെ ട്യൂലിപ്സ്, ഭയങ്കര ബ്രൈറ്റായിട്ട് കളർഫുൾ ആയിട്ടുള്ള ട്യൂലിപ്സ് നിൽക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് പോലുണ്ട്, പക്ഷേ ഇതെല്ലാം ഒറിജിനൽ ഫ്ലവേഴ്സാണ്. കണ്ടാലും കൊതി തീരാത്തത്ര മനോഹരമായ പൂക്കളുടെ ഒരു ശേഖരം തന്നെയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ സൈറ്റ് സീയിങ് അവസാനിപ്പിച്ച് വീട്ടിലേക്ക് ഡേ 3 യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലേക്ക് യാത്ര ചെയ്യുകയാണ്. അത് ഇന്ന് ഞങ്ങൾ ഒരു ക്യാബ് എടുത്ത് തന്നെ പോകാമെന്ന് വിചാരിച്ചു. കാര്യം എത്രയും നേരത്തെ അവിടെ എത്തുക, ഫുൾ ഡേ സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ പ്ലാൻ. അങ്ങനെ സെൻറ്റോസ ഐലൻഡിൽ ഇന്നലെ നമ്മൾ മോണോ റെയിലാണ് വന്നത്. ഇന്ന് നമ്മൾ ക്യാബിലാണ് പോകുന്നത്. ടിക്കറ്റ്സൊക്കെ നേരത്തെ തന്നെ ഹയർ ചെയ്തതിനാൽ യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഞങ്ങൾ എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല തിരക്കായി. ഏകദേശം ഒരു 10:30 ആയപ്പോഴാണ് ഞങ്ങൾ എത്തിയത്. ജോമി അമ്മയെ പല പോസിൽ നിർത്തി ഫോട്ടോസ് എടുക്കുന്നു. യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അവിടെ ഹോളിവുഡ് എന്നുള്ളൊരു ബോർഡ് നമ്മൾ കണ്ടു. അങ്ങനെ ഞങ്ങൾ മിനിയോൺ മാർട്ടുണ്ട്, ഹോളിവുഡ് ചൈന ആർക്കേഡ്, അങ്ങനെ ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ പല ഏരിയാസ് കവർ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുമായിട്ട് നീങ്ങി. ട്രാൻസ്ഫോമേഴ്സ്, ഇതിനുള്ളിലേക്കെല്ലാം കയറണം. നല്ല നീണ്ട ക്യൂ കാണുന്നുണ്ട്. എല്ലായിടത്തും തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മാക്സിമം ആൾക്കാർ രാവിലെ തന്നെയാണ് ഇവിടെ എത്തുക. ഇതാണ് വേൾഡ് ഫേമസ് റോളർ കോസ്റ്റർ. ഇതിൽ ഗ്രേ ആണ് ഏറ്റവും ഡേഞ്ചറസ്. അപ്പോൾ ഞങ്ങൾ ഈജിപ്തിലേക്ക് പ്രവേശിച്ചു. ഇത് പിക്ചറിൽ എത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ അറിയാം, വളരെ ഹ്യൂജായിട്ടാണ് ഓരോ സ്റ്റാച്യൂസും ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതാണ് മമ്മി റിട്ടേൺസിൻ്റെ എൻട്രൻസ്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ്.
അപ്പോൾ ഞങ്ങൾ അവിടെയും കയറുന്നില്ല, തൽക്കാലം മുമ്പോട്ട് തന്നെ നീങ്ങിയാണ്. ഓരോ സ്ഥലങ്ങളും കണ്ട് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഓരോ റൈഡ്സിലായിട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. ഇവിടെയൊക്കെ കുറച്ച് തിരക്ക് കുറവാണെന്ന് വിചാരിക്കുന്നു, പക്ഷേ ഉള്ളിലേക്ക് പോകുമ്പോഴേ അറിയുള്ളൂ തിരക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. The most exciting part, the Lost World, Jurassic Park. ജുറാസിക് പാർക്കിൻ്റെ ഒരു റൈഡുണ്ട്. ജുറാസിക് പാർക്കിൻ്റെ എൻട്രൻസ് കണ്ടു. അവിടെയും ഒരു ചെറിയ റോളർ കോസ്റ്റർ റൈഡുണ്ട്. അങ്ങനെ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങളിതാ ഒരു വലിയ ക്യൂവിലാണ്. ഏകദേശം 1.5 മണിക്കൂർ ക്യൂ നിന്നതിന് ശേഷമാണ് ട്രാൻസ്ഫോമേഴ്സിൽ കയറാൻ പറ്റിയത്. കയറുമ്പോൾ നമുക്കൊരിക്കലും ഒരു ബോറിംഗ് അല്ല. കാര്യം എപ്പോഴും അവിടെ നമ്മളെ എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ടി വിയിൽ ഓരോ വിഷ്വൽസ് കാണിക്കും. മമ്മി റിട്ടേൺസിൻ്റെ ഉള്ളിൽ നമ്മൾ നടന്നു പോകുമ്പോൾ ആ ക്യൂവിൽ ആ സൈഡിലായിട്ട് ഇവർ റെഡിയാക്കി വെച്ചിരിക്കുന്ന പല രീതിയിലുള്ള സാധനങ്ങളാണ് ഇവയെല്ലാം. ആ സ്റ്റോറിയായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി. ലോസ് വേൾഡിൽ ഇതാ ഒരു ഡിനോസറിനെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സയൻറ്റിസ്റ്റ് ആർ ദെയർ. നമുക്കപ്പോൾ അവിടെ പോയി നിൽക്കാം, അവരോടൊപ്പം ഫോട്ടോസ് എടുക്കാം. നെക്സ്റ്റ് ഈസ് ഡ്രാമ ടൈം. ഇതാണ് വാട്ടർ വർക്ക്സ്. വാട്ടർ വർക്ക്സിന് ശേഷം ഫാർ എവേ ഡിസ്നി ലാൻഡ് പോലെ ഒരു ഫെയറി ടെയിൽസും ഒക്കെയുള്ള കുട്ടികൾക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഏരിയയാണിത്. ഫാർ എവേയിലും പല റൈഡ്സിലും ഒക്കെ ഞങ്ങൾ കയറി. വീണ്ടും ഞങ്ങൾ ആ ഒരു വാട്ടർ ബോഡിയുടെ അടുത്ത് വന്നിട്ടുണ്ട്. യൂണിവേഴ്സൽ സ്റ്റുഡിയോയുടെ ഏകദേശം മുഴുവൻ വിഷ്വൽസ് കവർ ചെയ്യാനായിട്ട്. ഇത് സ്റ്റീവൻ സ്പീൽബർഗിൻ്റെ ഒരു ഷോയാണ്. അവിടെ കുറേ ലൈവ് പെർഫോമേഴ്സ് ഉണ്ട്. അവരെല്ലാം ലൈവായിട്ട് പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മടുത്തുവെങ്കിലും വളരെ നല്ലൊരു ദിവസമായിരുന്നു യൂണിവേഴ്സൽ സ്റ്റുഡിയോസ്. വളരെ അറേഞ്ച്ഡ് ആയിട്ടുള്ളൊരു ട്രാൻസ്പോർട്ട് സിസ്റ്റമാണ് ഇവിടെ. ബസ്സായാലും മെട്രോ ആയാലും. ഇന്ന് ചൈന ടൗൺ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഇത് ഇവിടുത്തെ ബസ് സ്റ്റേഷനാണ്. ഈ ഗ്ലാസിൻ്റെ അപ്പുറത്താണ് ബസ്സസ് ഉള്ളത്. ഓരോ പ്ലാറ്റ്ഫോം നമ്പേഴ്സ് ഉണ്ട്. ഓരോ സ്ഥലത്തേക്ക് പോകേണ്ട ബസ്സസ് ഇവിടെയാണ് വരിക. ഇവിടുത്തെ MRT അഥവാ മെട്രോയിൽ 6 ലെയിൻസാണ് ഉള്ളത്. 2 ലെയിൻസിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പല സ്ഥലത്തും ഇൻ്റർചേഞ്ച് ചെയ്തിട്ട് നമുക്ക് 6 ലെയിൻസാണുള്ളത്. അതിൻ്റെ മാപ്പും എല്ലാം പല സ്ഥലത്തും വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ചൈന ടൗണിലാണ്. ഇവിടുന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. അതുപോലെ ഫുഡ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ഇന്ന് ചൈന ടൗണിൽ എത്തിയിരിക്കുകയാണ്. ചൈന ടൗണിലെ ബുദ്ധൻ്റെ
അമ്പലത്തിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഇതാണ് ആ ബുദ്ധൻ്റെ അമ്പലത്തിൻ്റെ ഒരു പാർട്ട്, ഒരു സൈഡെന്ന് പറയുന്നത്. ഞങ്ങളിതിനുള്ളിലേക്ക് കയറി. ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള മ്യൂസിക്കാണ്. കുറേ നേരം ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്തു. അങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഓഫറിങ്സൊക്കെ നമുക്കിവിടെ ചെയ്യാൻ സാധിക്കും. പല കാലത്തെയും പല രീതിയിലുമുള്ള പല ബുദ്ധന്മാരെയും ഇവിടെ വളരെ മനോഹരമായി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ ലഞ്ച് ക്രാബാണ്. ഞങ്ങളൊരു ജാപ്പനീസ് റെസ്റ്റോറൻറ്റിൽ കയറി. ലൈവ് ക്രാബിനെ അവർ തന്നു. അത് കുക്ക് ചെയ്തു. അവർ തന്നെ കുക്ക് ചെയ്ത് നമുക്ക് തരും. നല്ലൊരു ഡിഷായിരുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങൾ കുറച്ച് സ്ട്രീറ്റ് ഷോപ്പിങ്ങിന് ഇറങ്ങി. സുവനീസൊക്കെ വാങ്ങാനായി. ഇവിടെ കുറേ 3D വാൾസ് ഉണ്ട്. ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാൻ വളരെ മനോഹരമാണ്, നല്ല രസമായിരുന്നു. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സിംഗപ്പൂരിൻ്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്ലേസിൽ പോയിട്ട് ഒബ്സർവേഷൻ ഡെസ്ക്. അവിടെ നമുക്ക് സിംഗപ്പൂർ സിറ്റി മുഴുവൻ കാണാം. അപ്പോൾ അതോട് ചേർന്ന് തന്നെ ഒരു 1-2 ഫ്ലോർ മുകളിലായിട്ട് സെലാവി എന്ന് പറയുന്നൊരു പബ്ബുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരെ പബ്ബിൽ കയറി അവിടെ ഇരുന്ന് ഒരു കോക്ടെയിലൊക്കെ കഴിച്ച് വശ്യമനോഹരമായ സിംഗപ്പൂരിനെ ഞങ്ങൾ ആസ്വദിച്ചു. ശേഷം പോയത് മറീന ബേ സാൻഡ്സിലെ ലൈറ്റ് ഷോ കാണാനാണ്. കുട്ടികളുടെ ഒരു പ്ലേ ഏരിയയാണ് ഈ ഫ്ലോറിൽ. അങ്ങനെ സിംഗപ്പൂരിൻ്റെ ലാസ്റ്റ് സപ്പർ കഴിക്കാനായി ഞങ്ങൾ ബോട്ട് കീയിലെത്തി. അവിടെ ഫ്രോഗിൻ്റെ ഡിഷാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. ലാസ്റ്റ് ഡേ ഇൻ സിംഗപ്പൂർ. മദനെ കാണാനായി ഹോഗാങ്ങിലെത്തി. അവിടുന്ന് മദനോടൊപ്പം ഞങ്ങൾ ബഗീസിലെത്തി. ബഗീസും സ്ട്രീറ്റ് ഷോപ്സ് അതിൽ നിറഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അവിടെയും ഫുഡ് കോർട്ടുണ്ട്. ഒരുപിടി നല്ല ഓർമ്മകളുമായി എല്ലാവരോടും യാത്ര പറഞ്ഞ് ഞാനും ജോമിയും അമ്മയും എയർപോർട്ടിലെത്തി. ഷാങ്ങി എയർപോർട്ടിൽ ജുവൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഷാങ്ങി എയർപോർട്ട് ഒരു മോൾ പോലെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനുള്ളിലൂടെ തന്നെ മെട്രോയും പാസ് ചെയ്യുന്നുണ്ട്. ഫ്ലൈറ്റിലും ഞങ്ങൾ വെറുതെ ഇരുന്നില്ല. ഒരു ഇന്തോനേഷ്യൻ റൈസും വേറൊരു ഡിഷും, ആ ഡിഷിൻ്റെ പേര് മറന്നുപോയി, അതുമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ച് സുഖമായി ഇരുന്നുറങ്ങി സേഫായി ട്രിവാൻഡ്രമെത്തി.